ഫിഷറീസ് മേഖലയിൽ നടത്തിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളെന്ന് മന്ത്രി സജി ചെറിയാൻ. മാരാരിക്കുളം മത്സ്യ മാർക്കറ്റിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മാരാരിക്കുളം ക്ഷേത്രം റോഡ് ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങളാണ് ഫിഷറീസ് മേഖലയിൽ സർക്കാർ നടത്തിവരുന്നതെന്ന് ഫിഷറീസ് സംസ്കാര വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പുതുതായി നിർമ്മിക്കുന്ന മാരാരിക്കുളം മത്സ്യ മാർക്കറ്റിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നിർമ്മാണം പൂർത്തീകരിച്ച മാരാരിക്കുളം ക്ഷേത്രം റോഡിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സ്ഥലത്ത് ഇപ്പോൾ അനുവദിക്കപ്പെട്ട തുക 1,48,70,000 രൂപയാണ്. 384 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള മാർക്കറ്റ് കെട്ടിടമാണ്. മത്സ്യവിപണനത്തായി 18 സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിഷ് സ്റ്റാളുകൾ, 6 കടമുറികൾ, മത്സ്യം വൃത്തിയാക്കാനുള്ള സൗകര്യം, 4 ശുചിമുറികൾ, ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ശൗചാലയം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് പോരാ. അതാണ് നിങ്ങളുടെ MLA എന്നോട് പറഞ്ഞു, കുറച്ചുകൂടി സഹായം ചെയ്യണം. ഒരു സംശയം വേണ്ട, ആലപ്പുഴ മണ്ഡലത്തിലെ ഏറ്റവും മികച്ച ഒരു മാർക്കറ്റാക്കി മാറ്റുന്നതിനുള്ള സഹായം MLAയുടെ അഭ്യർത്ഥന പ്രകാരം ചെയ്യുമെന്ന കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയോട് കാണിക്കുന്ന ബഹുമാനത്തിൻ്റെ ആദരവിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല കേരളത്തിലെ ഫിഷർമാൻ മേഖല. ഒരു മത്സ്യത്തൊഴിലാളിയും ഞങ്ങൾക്കെതിരെ ഒരു സമരവും ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാം. അത്രമാത്രം ഇടപെട്ട് കിഫ്ബി ധനസഹായത്തോടെ 1.48 കോടി രൂപ ചെലവിലാണ് മാരാരിക്കുളം മാർക്കറ്റ് നിർമ്മാണം. സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. 384 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടത്തിൽ മത്സ്യവിപണനത്തിനായി 18 സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റാളുകൾ, 6 കടമുറികൾ, മത്സ്യം വൃത്തിയാക്കി വിൽക്കുന്നതിനുള്ള സൗകര്യം, 4 ശുചിമുറികൾ, ഭിന്നശേഷിക്കാർക്കുള്ള ശുചിമുറി എന്നിവ ഒരുക്കും. സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 75 ലക്ഷം രൂപ ചെലവിലാണ് മാരാരിക്കുളം ക്ഷേത്രം റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ചടങ്ങിൽ PP ചിത്രഞ്ജൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ, മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോസി, വൈസ് പ്രസിഡന്റ് CC ഷിബു, കഞ്ഞിക്കുഴി ബ്ലോക്ക് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ അനിത തിലകൻ, KK കുമാരൻ, പേനാൻ പാലിറ്റി കെയർ സൊസൈറ്റി ചെയർമാൻ S രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഉടുക്ക് കൊട്ടി പേടിപ്പിക്കണ്ട കേട്ടോ. അങ്ങനെ മുദ്രാവാക്യം വിളിച്ചാൽ, ഭീഷണിപ്പെടുത്തിയാൽ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചു പോകുന്നൊന്നും ആരും ധരിക്കണ്ട. ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ജനപ്രതിനിധികളാണ്. ആ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രതിനിധി എന്നുള്ള നിലയിൽ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ ചടങ്ങിന് അധ്യക്ഷ പ്രസംഗം നടത്തുവാൻ ആഗ്രഹിച്ചത്. ഞാൻ വളരെ അഭിമാനത്തോട് പറയുന്നു, 1 വർഷം കഴിയുമ്പോൾ ഈ മാരാരിക്കുളം ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ തീരദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വലിയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് ഈ നാടിൻ്റെ വളർച്ചയിൽ വലിയ പങ്കാണ് നിർവഹിക്കാൻ പോകുന്നത് എന്ന വസ്തുത ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്